സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിച്ചിട്ട് ഒരു തരിപ്പുണ്ടായി എനിക്ക്. എന്താണെന്നറിയാമോ? അതായത് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ട് പറയാണ്, നീ ഇതാരോടും പറയരുത്, മറിച്ച് പുരോഹിതന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. നിന്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ നീ കാണിച്ചു കൊടുക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ പോയി മുഴുവൻ സ്ഥലത്തും പറഞ്ഞു നടന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈശോയ്ക്ക് ആ പട്ടണത്തിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ ഈശോയ്ക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിൽ നടന്ന എന്തുമാത്രം അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ കാരണം യേശുവിന് ആ പരിസരത്തേക്ക് വരാൻ പറ്റുമോ? ആരെങ്കിലും യേശുവിൻ്റെ അടുത്തേക്ക് പോകുമോ? പറഞ്ഞു നടക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ജീവിക്കാൻ ആർക്കും പറ്റുന്നില്ല. ജീവിച്ചിരുന്നെങ്കിൽ അവരും ഈശോയുടെ അടുത്തേക്ക് ഓടിപ്പോയി അല്ലായിരുന്നോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആഗ്രഹിക്കാം, അവൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവനെ പ്രഘോഷിക്കുന്നത് നമ്മുടെ അതരവും നാവും ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, മറിച്ച് ജീവിതം കൊണ്ടായിരിക്കട്ടെ. ആമേൻ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.